സൗണ്ട് റിവൈൻഡ് ആക്കി പ്ലേ ചെയ്തേ. ഓക്കേ സർ. എനിക്ക് സാരി മാറ്റണം, പുറത്തു പോ. എന്താടി ഇത്? നിനക്ക് അഹങ്കാരം കൂടിപ്പോയോ? എന്താടി അവന്റെ പുറകെ ചുറ്റുന്നത്? ആ, അവന്റെ മാറിലേക്ക് വിടുന്നുണ്ടല്ലോ നീ. നിന്നെ 6ാമത്തെ വയസ്സിൽ തോളത്തെടുത്തോണ്ട് കോയമ്പത്തൂരിൽ വണ്ടി കയറുമ്പോൾ നീ എന്താ വിചാരിച്ച? എന്താണ് വിചാരിച്ച? നിന്നെ വലിയ സ്റ്റാറാക്കാൻ ഞാൻ എന്തുമാത്രം ത്യാഗം സഹിച്ചു നിനക്കറിയോ? ഒരു നേരത്തെ ആഹാരത്തിന് വഴിയില്ലാത്ത നിനക്ക് പാട്ട്, ഡാൻസ്, ഡ്രസ്സും കണക്കിലാണ് സാരി. വായടക്കണി. നന്ദിയുണ്ടോ നിനക്ക്? നീ വലിയ സ്റ്റാറായെന്ന് ഞെളിയണ്ട. അവനോട് പോകാന്ന് വിചാരിക്കണ്ട. പല്ലടിച്ച് താഴെയിടും ഞാൻ. നാട്ടില് ഭാര്യയും കുഞ്ഞുങ്ങളെ തുണിയിറങ്ങിയായിരുന്നു ഞാൻ. നന്ദികെട്ട നായ. ഞാൻ നോക്കി നിൽക്കുമ്പോ ഞാൻ ഈ കണക്കിന് പോയാ നീ ഇനി സിനിമയിൽ അഭിനയിക്കണേ. അഭിനയം നിർത്തിക്കില്ല. മാഡം ഷോട്ട് റെഡിയാണ്, എല്ലാരും കാത്തു നിൽക്കുന്നു. മാഡം എന്നെ ഒരുപാട് റെഡിയാക്കിക്കൊണ്ട് ഇനി ഞാൻ അങ്ങോട്ട് പോവില്ല. ഞാൻ അവിടെ ചെന്നാൽ അയാൾ എന്ത് ചെയ്യാനും മടിക്കില്ല. എന്റെ അച്ഛനും അമ്മയും പോലെ അയാളുടെ കൂടെ എല്ലാവരും ചേർന്ന് ഉപദ്രവിക്കാം. എനിക്ക് സിനിമ വേണ്ട, പണം വേണ്ട, എനിക്കൊരു അഭയം വേണം. ഈ വീരവാളും സമ്മാനവും ഞാൻ ഇതുവരെ ചെയ്ത കാര്യങ്ങൾക്കുള്ള പ്രതിഫലമായി കരുതുന്നില്ല. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ അനുസ്മരിപ്പിക്കാൻ വേണ്ടി തരുന്നതായി ഇതിനെ കണക്കാക്കുകയാണ്. ഇതിനുശേഷം തങ്കവാള് സമ്മാനമായി ചോദിക്കുമെന്ന് ആരും വിചാരിക്കണ്ട. ഈ വിപ്ലവ യുദ്ധത്തിൽ ഞാൻ ജീവൻ കൊടുത്ത് ഈ ദേഹത്തിന് മേൽ എന്റെ നേതാവിന്റെ കണ്ണീര് വീഴുന്ന കാഴ്ചയിലുപരി എനിക്ക് ആത്മസംതൃപ്തി നൽകുന്ന ഒരു സമ്മാനവും ഈ ലോകത്തില്ല. ഒന്ന് മാറിക്ക്. എല്ലാവരും ഒന്ന് മാറിക്ക്. മാറി നിൽക്കാൻ തള്ളാതെ മാറിക്ക്. അങ്ങോട്ട് നീക്ക്. അങ്ങോട്ട് മാറിക്ക്. മാറി നിൽക്ക്. ഒന്ന് മാറി നിൽക്ക് സഹോദര. നടൻ ആനന്ദൻ ഇപ്പോൾ പ്രസംഗിക്കും. ഞാനും കെടുത്തല്ലടാ. ഞാൻ ഒരു പ്രാസംഗികനാണോ? അല്ല. എനിക്കിവിടെ തീപ്പൊരി പ്രസംഗം നടത്താനാകുമോ? ആവില്ല. സാഹിത്യം നമ്മുടെ തമിഴ് സെൽവനെ പോലെ? എന്നാൽ മനസ്സിൽ തട്ടിയത് പറയാൻ കഴിയും, സത്യം പറയാൻ കഴിയും. നമുക്കൊരു നേതാവേ ഉള്ളൂ, ഒരേ ഒരു ദളപതിയും, തമിഴ് സെൽവൻ. നിന്റെ
എൻ്റെ ചങ്ങാതി സിനിമയിൽ സമർത്ഥൻ, ജനങ്ങളെ എങ്ങനെ കയ്യിലെടുക്കണമെന്ന് നല്ലവണ്ണം മനസ്സിലാക്കിയവൻ. എഴുന്നേൽക്കൂ എന്ന് ശെൽവൻ നമ്മളോട് പറഞ്ഞാൽ, വരും തെരഞ്ഞെടുപ്പിൽ രക്തം ചിന്താൻ ശെൽവൻ നമ്മളോട് ആവശ്യപ്പെട്ടാൽ, നിന്റെ നമ്പർ കലക്കിടാ. ശെൽവ, ഞാൻ കല്യാണം കഴിക്കാൻ പോവാ. ലഗേജ് ഉണ്ടോ മാഡം? ഇല്ല. നമസ്കാരം. വണ്ടി നേരത്തെയാ വന്നത്. എന്നെ അണ്ണൻ അയച്ചതാ. തന്നേക്കൂ. ചെന്താമര, മധുരയിലെ ചിത്രവീതിയിൽ സ്വന്തം വീട്, ഗവൺമെന്റ് ഉദ്യോഗമായ അധ്യാപക വൃത്തി, ആരംഭ ശമ്പളം 300, അടുത്ത വർഷം 450 ആവും. അച്ഛന് പെൻഷൻ 150, സൗകര്യമുള്ള കുടുംബം. 2 മാസമായി അരിച്ചു പിറക്കായിരുന്നു. എൻ്റെ ചെന്താമര ആര്, എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ. എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ് കളിയാക്കി. ഭ്രാന്ത് എനിക്ക് മാത്രമാണെന്നറിയണം. മദ്രാസിലേക്ക് വരാൻ പറഞ്ഞ് കത്തെഴുതിയതും എല്ലാം ഉപേക്ഷിച്ചിട്ട് പോന്നില്ലേ? എന്തിന്? നിങ്ങൾ 4 വരി കവിത എഴുതി. വരാൻ പറഞ്ഞ് കത്ത് വിട്ടു. വന്നു. അച്ഛനെ അമ്മയും എതിർത്ത് പടിയിറങ്ങേണ്ടി വന്നു. എന്ന് ഞാനിവിടെ ആരാ? എൻ്റെ കാമുകി, എൻ്റെ കൺമണി, എൻ്റെ സ്നേഹിത. നിന്നോടൊന്നിച്ചു കഴിഞ്ഞ ഓരോ നിമിഷവും മരണക്കിടക്കയിലും മറക്കില്ല കൺമണി. 90 നിമിഷങ്ങളിൽ തൊട്ടുണർത്തിയ നിർവൃതികൾ 800 ആണ്ടുകളോളമുള്ള ഹൃദയ സായുജ്യമാണ്. പരിരംഭണത്തിൽ ചില നിമിഷം, ഭയത്തോടെ ചില നിമിഷം, കാതരഭാവങ്ങളോടെ കണ്ണീരിൽ ചില നിമിഷം, ഇടവേളയില്ലാതെ അംഗങ്ങൾ ഓരോന്നിലും മുത്തങ്ങൾ പതിച്ച മോഹത്തിൽ ചില നിമിഷം. നിന്നോടൊന്നിച്ചുള്ള ഓരോ നിമിഷവും മരണക്കിടക്കയിലും മറക്കില്ല കൺമണി. ഏത് ന്യായം, ഏത് പാപം ഇരുവർക്കും അറിയില്ല. അത് രാവോ അതോ പകലോ അതേപ്പറ്റിയും അറിയില്ല.